വ്യാജലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. ചാലക്കുടി പോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ മുഖ്യപ്രതി എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശി നാരായണീയം വീട്ടിൽ നാരായണദാസിനെയാണ് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS രൂപീകരിച്ച കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. 2023 ഫെബ്രുവരി 27 ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസിൽ ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടന്നു. എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. തുടർന്ന് ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കേസിൽ നാരായണദാസിനെ പ്രതി ചേർക്കുകയായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ കേസിന്റെ അന്വേഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള പോലീസിനെ കൈമാറി. കേസിന്റെ അന്വേഷണത്തിൽ നാരായണദാസും കാലടി വയലാംവീട് ലിവിയ ജോസ് എന്നിവർ ചേർന്നാണ് ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതെന്ന് തെളിഞ്ഞു. നാരായണദാസ് ബാംഗ്ലൂരിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർമാരായ ലാൽസൻ, സജി വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ R. കൃഷ്ണ എന്നിവർ നാരായണദാസ് ഒളിവിൽ താമസിച്ചിരുന്ന പോങ്ങാസാന്ദ്ര ബൊമ്മൺഹള്ളിയിലെത്തി നാരായണദാസിനെ പിടികൂടുകയായിരുന്നു. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃത് രംഗൻ, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി വർഗീസ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ASI ജിനി, കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം സീനിയർ CPO മിഥുൻ R. കൃഷ്ണ, സബ് ഇൻസ്പെക്ടർ ലാൻസൺ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ASI ജലീൽ, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് SI മാരായ പ്രദീപ്, സതീശൻ, CPO നിശാന്ത്, ASI ബിനു, സീനിയർ CPO വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.